ഇന്ന് ലോക പുസ്തക ദിനം. എഴുത്തും വായനയും ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന 5000-ലധികം പുസ്തകങ്ങളുടെ ശേഖരവുമായി വീട് വായനശാലയാക്കി മാറ്റിയ ഒരാൾ. കുമരനെല്ലൂർ അമേറ്റിക്കര സ്വദേശി ചേക്കോട്ടുപറമ്പിൽ രവിയുടെ വിശേഷങ്ങൾ കണ്ടുനോക്കാം. പുസ്തകങ്ങളോടുള്ള രവിയുടെ അടങ്ങാത്ത പ്രണയമാണ് ഇന്നീ കാണുന്ന വീട്ടിലെ വായനശാല. വായനശാലയുടെ ഗൃഹാതുരത്വം ഒട്ടും മങ്ങാതെയുള്ള പ്രസിദ്ധരായ എഴുത്തുകാർ ഉൾപ്പെടെയുള്ളവരുടെ 5000-ലധികം പുസ്തകങ്ങളുടെ ശേഖരമുണ്ടിവിടെ. വായന എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണല്ലോ. ജീവിക്കുന്നത് തൊഴിൽ കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നാളെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ വായന നമ്മുടെ പുതിയ ലോകത്തെക്കുറിച്ചും പുതിയ സംസ്കാരത്തെക്കുറിച്ചും പുതിയ പല ചിന്തകളും നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. 10-20 വർഷമായി, 10-20 എല്ലാത്തിനും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടാവും വർഷമായി ഞാൻ ഈ പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും ഞാൻ ചിലവഴിക്കുന്നത് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ തന്നെയാണെന്ന് തോന്നുന്നു. പുസ്തകം മാത്രമല്ല, പേനകൾ, അതുപോലെ സ്റ്റാമ്പുകൾ, മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശേഖരിച്ചു വരുന്നു, അതൊക്കെ കൈകാര്യം ചെയ്യുന്നു. വായനയുടെ ലോകം മൊബൈൽ ഫോണിലേക്കും ടാബുകളിലേക്കും ചുരുങ്ങുമ്പോൾ പുസ്തകങ്ങളില്ലാത്ത ലോകമുണ്ടാകുമോ എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. വാക്കുകൾ ഇഴചേർത്തു വയ്ക്കുന്ന പുസ്തക വായന രവിയെ പോലുള്ളവരിലൂടെയാണ് പുതുതലമുറയെ അക്ഷരലോകത്തേക്ക് അടുപ്പിക്കുന്നതെന്ന നേർചിത്രമാണ് ഈ വീടും അതിലൊതുക്കിയ വായനശാലയും നമുക്ക് സമ്മാനിക്കുന്നത്. ഓരോ പുസ്തകങ്ങൾ തുറക്കുമ്പോഴാണ് നമുക്ക് വിവരമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത കാലത്ത് എന്ന് പറയാൻ വയ്യെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിന് പുത്തകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ശരിയായൊരു വാക്കാണത്. പുത്തൻ അകം. ഓരോ പുസ്തകവും ഓരോ പുത്തൻ അറിവുകൾ തന്നെയാണ് നമുക്ക് തരുന്നത്. NCV ന്യൂസ് തൃത്താല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.